ഹലോ മക്കളെ, നമ്മളിന്നൊരു യാത്ര പോവാണേ. നമ്മളിന്ന് പോകുന്നത് മൊറോക്കോയിലേക്കാണ്. മൊറോക്കൻ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് യാത്ര തിരിക്കുന്നത് ലിവർപൂളിൽ ജോൺ ലെനൻ എയർപോർട്ടിൽ നിന്നാണ്. നമ്മുടെ ആദ്യത്തെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ട്രിപ്പും കൂടാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് മൊറോക്കൻ കാഴ്ചകൾ കാണാൻ എല്ലാവരും കൂടെ ഉണ്ടായിക്കോട്ടോ. അപ്പം ഞങ്ങളെ ലിവർപൂൾ ജോൺ ലെനൻ എയർപോർട്ടിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. നിങ്ങൾക്ക് ലിവർപൂൾ അടുത്താണെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്നും കൂടെ ഒന്ന് ഫെയർ ചെക്ക് ചെയ്യുക. കാരണം വളരെ ചീപ്പായിട്ടുള്ള ഒരു ഫെയറാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വെറും 58 പൗണ്ടിന് ഞങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലിവർപൂൾ ടു മറാക്കഷ് ആണ് ഞങ്ങൾ ഫ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ തിരക്കില്ലാത്തൊരു എയർപോർട്ടാണ്. ക്ലിയറൻസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഈസി ജെറ്റിന്റെ ഫ്ലൈറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. മാക്സിമം ഞങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സ് മാത്രമാണ് കൗണ്ടറിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അവർ ക്ലിയർ ചെയ്ത് വിട്ടു. ഈ കാണുന്നതാണ് ഞങ്ങൾ ഇന്ന് ഫ്ലൈ ചെയ്യാൻ പോകുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഈസി ജെറ്റിന്റെ ഫ്ലൈറ്റ്. ചെറിയ ഫ്ലൈറ്റ് ആണ് കേട്ടോ. പ്രവീണായിട്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലഗേജ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങൾ ഓരോ ആളുകൾക്ക് ഓരോ പണിയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് 1-2 ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ടയേർഡായിരുന്നു. ജസ്റ്റ് ഞങ്ങളൊന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ഞങ്ങൾ മറാക്കഷിന്റെ മണ്ണിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എയർപോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എയർപോർട്ട് വലിയ എയർപോർട്ട് ആണെങ്കിലും അത്ര വലിയ ക്രൗഡഡ് അല്ലായിരുന്നു. ഹബീബി, വെൽക്കം ടു മൊറോക്കോ. എയർപോർട്ട് അത്ര വലിയ ക്രൗഡഡ് എയർപോർട്ട് അല്ലായിരുന്നു. പക്ഷെങ്കിൽ സമയം എടുക്കുന്നുണ്ട്. വലിയ എയർപോർട്ട് ആണെങ്കിലും സ്റ്റാഫ് ഒന്നും അത്ര സ്പീഡല്ല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. എയർപോർട്ടിന്റെ മുമ്പിൽ കാണുന്ന ഈ ടാക്സി കൗണ്ടറിൽ നിന്നാണ് നമ്മൾ ടാക്സി ബുക്ക് ചെയ്യേണ്ടത്. സ്റ്റാഫ് ഒന്നും അത്ര ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെങ്കിൽ ലോക്കൽസ് ഒക്കെ വളരെ ഫ്രണ്ട്ലി ആണ് കേട്ടോ. അത് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ 6 ആളിൽ കൂടുതലുണ്ടെങ്കിൽ അതിനിപ്പം കുട്ടികളായിക്കോട്ടെ ഇൻഫന്റ് ആയിക്കോട്ടെ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം 2 ടാക്സി ആയിട്ട് എടുക്കണം. അവരുടെ 6 ആളാണ് അവരുടെ മാക്സിമം ഒരു ടാക്സിയിലെ കണക്കെന്ന് പറയുന്നത്. കാഴ്ചയിൽ ദുബായിയോ അല്ലെങ്കിൽ മറ്റ് GCC കൺട്രിയുടെ പഴയ ഭാഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള റോഡുകളും അതുപോലത്തെ ബിൽഡിങ്ങുകളാണ് നമുക്ക് മൊറോക്കോയിൽ ആദ്യമായിട്ട് കാണാൻ കഴിയുന്നത്. ക്യാമറ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു റോഡ് നിയമങ്ങളൊന്നും പാലിക്കുന്ന ആളുകളല്ല. ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ട ഫുഡെല്ലാം ഞങ്ങൾ കഴിച്ചിട്ടാണ് പോയത്. ഞങ്ങൾ പോയിട്ടുള്ള ഈ ഹോട്ടൽ എന്ന് പറയുന്നത് വളരെ ഒതന്റിക് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു അറബിക് ടച്ച് ഫീൽ ചെയ്യുന്ന ഭയങ്കര നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. മറാക്കഷിൽ തന്നെ ഏകദേശം പഴയ മദീനയുടെ അടുത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലാണ്. ഏകദേശം 12 മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഹോട്ടൽ വലിയ തിരക്കില്ലായിരുന്നു. അങ്ങനെയുള്ള ഫുഡെല്ലാം മേടിച്ച് തിരിച്ച് ഞങ്ങളുടെ പ്ലാൻ ചെയ്ത ഹോട്ടലിലേക്ക് പോയി. ഇതാണ് ഞങ്ങൾ എടുത്ത റിസോർട്ട് എന്ന് പറയുന്നത്. റിസോർട്ട് എന്ന് പറയുന്നത് നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിന് നൈറ്റിൽ അവിടെ ഉണ്ടാകുന്ന സ്റ്റാഫിന് ഇംഗ്ലീഷ് അറിയില്ല എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ മൊറോക്കൻ യാത്ര നാളെ മുതൽ തുടങ്ങുകയാണ്. ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.